ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് പ്രിപ്പറേഷൻ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ഇന്ന് ഫ്രൈഡേ ഏപ്രിൽ 19th ആണ്. അപ്പോൾ ഏപ്രിൽ 20th ക്ലാസ് തുറക്കും, നമ്മുടെ മദ്രസ തുറക്കും. മദ്രസയ്ക്ക് ഞാൻ പോകുന്നതിന് മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് പ്രിപ്പറേഷൻസ് ഉള്ളു. പിന്നെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വെച്ചിട്ട് നമ്മൾ മദ്രസയിൽ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ. മുസ്ലിം ഫ്രണ്ട്സ് അല്ലാണ്ട് മറ്റുള്ളവർക്കൊക്കെ കേൾക്കാൻ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും മദ്രസയിൽ പോകണമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന് അത് കൂടുതൽ അറിയാനാണ് താല്പര്യം. എന്താണ് മദ്രസയിൽ പോയി ചെയ്യുന്നത് അങ്ങനെയൊക്കെ അറിയാനുള്ള താല്പര്യമുള്ളവരുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരാവും നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ സ്കൂൾ പോലെ തന്നെ കേട്ടോ മദ്രസ, പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സമയത്തിനും അതിനൊക്കെ ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മദ്രസയ്ക്ക് കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ് കേട്ടോ, കാണില്ലേ നിങ്ങൾക്ക്? ഇതാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചാണ്. ഇപ്പോഴല്ല, കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഞാൻ തന്നെ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മദ്രസയ്ക്ക് പോകുമ്പോൾ ഒരു തക്കതായ ബാഗൊന്നുമില്ല. വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകണ പോലെ 5-6 സിബ് വേണം, 4 സിബ് വേണം, 3 സിബ് വേണം, അങ്ങനെ ഒന്നുമില്ല. ഒരു സിബേ വേണ്ടുള്ളൂ. ഇതിൻ്റെ ടൈം വരുന്നത് 6:30 to 8:30 വരെയാണ്. സ്കൂളില്ലാത്തപ്പോഴാണ് 8:30 വരെയുള്ളൂ. സ്കൂളുള്ളപ്പോൾ 8 o'clock വരെയുള്ളൂ. 7:30 പോകേണ്ടവർക്ക് പോവാം എന്നൊക്കെയാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ചില മാസങ്ങളും ചില ദിവസങ്ങളൊക്കെ ആയിട്ട് സ്കൂളില്ലാത്തപ്പോൾ 7:30 7 o'clock പോയാൽ 9:30 അല്ലെങ്കിൽ 9 o'clock 10 o'clock തിരിച്ച് വരാം. എനിക്ക് ചിലത് പറയുമ്പോൾ കുറച്ച് നാവൊക്കെ കൊഴിയുണ്ട്, നിങ്ങളൊക്കെ ക്ഷമിക്കുക. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വരാം. പിന്നെ കൂടുതലായിട്ട് വരാം. പിന്നെ നമുക്ക് മദ്രസയിൽ ഇങ്ങനെ ബെല്ലടിക്കലും പ്രയർ ചൊല്ലലൊക്കെ ഉണ്ട്. പക്ഷേ സ്കൂളിലത്തെ പോലെ ദൈവമേ കൈത്തൊഴാം അങ്ങനത്തെ പാട്ടുകളൊന്നുമല്ല. എന്നാലും നമ്മുടെ ഓരോ ദൈവങ്ങളുണ്ടല്ലോ നമുക്കായി, അതിനോടനുബന്ധിച്ചുള്ള ഓരോ പാട്ടുകളാണ് നമുക്ക്, ഓരോ ബൈത്തുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമുക്ക്. സ്വലാത്തും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രയറിന് ഞങ്ങൾ ചൊല്ലി തന്നെ. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ 2-3 സിബൊന്നും വേണ്ട, ആകെ ഒരൊറ്റ സിബ് മതി. കാരണം 6:30 അല്ലേ. അപ്പോൾ നമുക്ക് ഫുഡോ ഒന്നും കൊണ്ടുവരണ്ട. വെള്ളമൊക്കെ അവിടെ തന്നെ ഒരു പമ്പിങ് ഐറ്റം ഉണ്ട്. അവിടെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് വേറൊരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. അവിടെ തന്നെ വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ വീട്ടു കിട്ടും അവർ. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് പോകണ്ട. നമുക്ക് ബുക്സും പേനയും പെൻസിലും അങ്ങനത്തെ ഐറ്റംസ് മാത്രം കൊണ്ടുപോയാൽ മതി, വേറെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബുക്സ് വരുന്നത് ചില ക്ലാസ്സിലൊക്കെ 4 ബുക്സ് അല്ലെങ്കിൽ 4 ബുക്സ് അല്ലെങ്കിൽ 7 ബുക്സ് 5 ബുക്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. ഓരോ ക്ലാസ്സിനനുസരിച്ചിരിക്കും. ഞാൻ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലായിരുന്നു. ഞാൻ ഇപ്പോൾ 6ാണ് പോണത്. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലായിരുന്നു. 5ാം ക്ലാസ്സിൽ എനിക്കുണ്ടായിരുന്ന ബുക്സിൻ്റെ എണ്ണം 7 ബുക്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ 7 ബുക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 7 അല്ല 6 ബുക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സൊക്കെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ നമുക്ക് കിട്ടും. മദ്രസയിൽ നിന്ന് തന്നെ കിട്ടും, ഫ്രീ ആയിട്ടാണ്. ചില മദ്രസകളിൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ മദ്രസയിലൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വരിക ബുക്കിന് ഞങ്ങൾക്ക് 6 ബുക്സ് അല്ലെങ്കിൽ 4 ബുക്സാണ് വരിക. 6 ബുക്സ് വരുമ്പോൾ 3 നോട്ട് ബുക്സാണ് ഉണ്ടാവുക. 4 ബുക്സ് വരുമ്പോൾ 2 നോട്ട് ബുക്സാണ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സബ്ജക്റ്റ്, ബാക്കിലൊരു സബ്ജക്റ്റ്, അങ്ങനെയാണ് എഴുതുക കേട്ടോ. പിന്നെ 4 ബുക്സ് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ബയോളജി ആയിട്ട് വരുന്ന ബയോളജി അങ്ങനത്തെ ഐറ്റംസില്ലേ, അതൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കൂട്ടിച്ചേർന്ന് അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ബുക്കിലാണ് നമ്മൾ ബയോളജി, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ പോലെ വരാം. അതുപോലെ തന്നെയാണ് മദ്രസയിലും വരുന്നത്. 5ാം ക്ലാസ്സിലെ പോലെയില്ല, 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സില്ല വിഷയങ്ങളൊക്കെ കുറച്ച് കൂട്ടി കുഴച്ചിട്ടുള്ള എല്ലാം കൂടി എന്ന് വെച്ചാൽ ചില വിഷയങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് ഒറ്റ ടെക്സ്റ്റ് ആക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് 6ാം ക്ലാസ്സിൽ വരുന്നതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത്. ഇപ്പോൾ 4 ബുക്സാണ് നമുക്ക് 6ാം ക്ലാസ്സിൽ വരണുള്ളൂ. അപ്പോൾ എനിക്ക് 2 നോട്ട് ബുക്സ് ആവും. ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ കിട്ടിയിരുന്നത്. ഇപ്രാവശ്യം നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഉള്ളപ്പോൾ പ്രവേശനോത്സവം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. പിന്നെ ബുക്സൊക്കെ നമുക്ക് കിട്ടുക അതിന് മുന്നേ സ്കൂളിൽ പോണ പോലെ മുന്നൊന്നും കിട്ടില്ല. നമ്മുടെ ഈ ഒരു പ്രവേശനോത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് ബുക്സൊക്കെ കിട്ടുക. ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് കിട്ടിയിരുന്നത്. പിന്നെ അങ്ങനെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ബുക്സൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് സ്കൂളിലത്തെ പോലെ തന്നെയാണ്. സ്കൂളിലത്തെ അങ്ങനെയല്ല. സ്കൂളിൽ നമ്മൾ ടീച്ചേഴ്സാണ് പഠിപ്പിക്കാൻ വരിക. പക്ഷേ സ്കൂളിൽ തന്നെ അറബിക്കൊക്കെ വരുമ്പോൾ ചില സ്കൂളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ടീച്ചേഴ്സാണ്. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ തന്നെ. ഹൈസ്കൂളിൽ സാറും UPയിൽ ടീച്ചറുമായിട്ടാണ് ഞങ്ങൾ സ്കൂളിലുള്ളത്. ഞങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് പറയാം. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമുക്ക് അറബി ഗേൾസിനും പഠിക്കാം ബോയ്സിനും പഠിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഉസ്താദ്മാരായിട്ട് പഠിക്കാനുള്ള എന്തൊക്കെയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ വന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗം മദ്രസയിലത്തെ ഒരു ഭാഗമായിട്ടും അങ്ങനെ പെൺകുട്ടികൾക്ക് പഠിക്കാം. പക്ഷെ അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോവുക ആൻഡ് ഇങ്ങനെ വേറെ വല്ല ഈ കുറേ വലിയ ഇതൊക്കെ